ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇപ്പം പിള്ളേർ മക്കളെ സ്കൂളിൽ നിന്ന് വന്ന് അവർക്ക് ചായ ഇടണം. അപ്പോൾ ചായക്ക് പാലടപ്പയിലോട്ട് വെച്ചു. അപ്പോൾ പിന്നെ ആദ്യം ഇനി നമുക്ക് വൈകിട്ട് ഒരു ഡേ മൈ ലൈഫ് പോലെ ചെയ്യാമേ വൈകിട്ട് നമുക്ക്. അപ്പം അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമേ നിന്ന് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. അപ്പം ഇനി നമുക്ക് കഞ്ഞിക്കുള്ള തീ കത്തിക്കാം. വെളിച്ചെണ്ണ കവർ വെച്ചാൽ തീ പിടിപ്പിക്കുന്നത് കേട്ടോ. നമുക്ക് തീ പിടിപ്പിക്കാം. കത്തൊന്നുമില്ല, അതൊക്കെ കത്തിപ്പോകും. കത്തുന്നില്ലേ? അങ്ങനെ തീ ഒരു വിധത്തിൽ കത്തിച്ചു. പിന്നെ വിറവ് പറക്കി വേക്കാം. പൊടിവിറവ് അങ്ങോട്ട് കത്തിയാൽ നമുക്ക് തീ ഒന്ന് കഞ്ഞിക്ക് വെള്ളം വെക്കാം. വെള്ളം അടച്ചു വെക്കണം. അപ്പം വെള്ളം ചൂടാവട്ടെ. നമുക്ക് അരിയാക്കുക. പാല് തിളച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാമേ. നമുക്ക് പിന്നെ തേയിലേക്ക് കണക്കൊന്നുമില്ല, നമ്മളങ്ങ് ഇടുക. അത് നമ്മുടെ ഒരു കണക്കാണ്. നമുക്ക് 2 പാത്രം കിടക്കാം, നമുക്കതുകൂടെ കഴുകിയെടുക്കാം. കഴുകി കണക്കി വെക്കാം. അമ്മ ഞാൻ ഇവിടെ പാല് തിളക്കി, ഇങ്ങോട്ട് ഓടിയോ? നിർത്താം. വൃത്തിയാക്കുക. നാളത്തേക്ക് നമുക്കുള്ള ഇഡലിക്കുള്ള അരിയാണ്, അരി ഉഴുന്നതാണ്. നമുക്കത് കഴുകി അരയ്ക്കാം. അരിയും കൂടെ ഒന്ന് അരച്ച് വെക്കാം. നമുക്ക് ഒരു തരി ചോറും ഇട്ടേ. ഇത് പിന്നെ 2 ദിവസത്തേക്കുള്ള അരിയാണ് കേട്ടോ. 2 ദിവസത്തേക്ക് എടുത്തതാ. ഞാനും വരുന്നു. പിന്നെ കൊടുത്താൽ മതിയായിരുന്നു. നമുക്ക് നമ്മുടെ കഞ്ഞിയുടെ വെള്ളം തിളച്ച് ചൂടായിരുന്നു. നമുക്ക് അരിയിടാം. നമ്മുടെ അരിയൊക്കെ ഇടാം. 3 4 ഇനി നമുക്ക് ഇത് കഴുകി അടപ്പയിലിടാം. അരി ഇടാമേ. ഈ അരി അടപ്പയിട്ട് കഴിയുമ്പോഴേ അപ്പം പിന്നെ എൻ്റെ ചേട്ടത്തിയുടെ അമ്മായിയമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അരി അടപ്പയിട്ട് കഴിയുമ്പം ഈ തവിക്കണ വെച്ച് ഇങ്ങനെ ചുറ്റണം, ഇളക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുടിയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളറിയാതെ മുടിയോ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ആ തവിക്കണയിലങ്ങ് ചുറ്റി കഴിഞ്ഞ് പോരും. ദിൽക്കൂഷുണ്ടേ ചായയുടെ. പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ട് ഓണത്തിൻ്റെയോ. എല്ലാം കൂടെ ആയാലൊരു സുഖമില്ല തിന്നാൻ. കഴിച്ചോളാം. അതെനിക്ക് കുഞ്ഞിന് കൊടുക്കണ്ടായോ? എനിക്ക് ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്ന ഇഷ്ടം. എനിക്ക് ഇത്രയുള്ള ഈ ഗ്ലാസ്സാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ നിറച്ച് കുടിക്കാറുണ്ട്. ഇഷ്ടം കുടിക്കാം. അപ്പം നമുക്ക് ചായയും കുടിച്ച് ഇതും തിന്നാം. നമ്മുടെ ഓണത്തിൻ്റെ ഉപ്പേരി ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം 2 ഉപ്പേരിയും കൂടെ തിന്നാൻ. ക്യാമറമാൻ എടുത്തോണ്ട് ഉപ്പേരി കൊടുക്കുക. കൈ നീട്ടി ഇങ്ങനെ ഇരിക്കുക. പിന്നെ കൂട്ടുകാരെ, നമ്മളാണെങ്കിൽ അരി ഇഡലിക്കും ദോശയ്ക്കൊക്കെ നമ്മൾ മാവ് അരി വെള്ളത്തിലെത്തില്ല. അപ്പം 2 ദിവസത്തേക്ക് ഇടുവാണെങ്കിൽ അത് 2 പാത്രത്തിലാക്കി വെക്കണം. അപ്പം നാളത്തേക്ക് രാവിലത്തേക്ക് വേണ്ടത് ഇന്ന് അരച്ചെടുത്ത് അങ്ങ് വെളിയിലങ്ങ് വെക്കണം.
മറ്റന്നാളത്തേക്കുള്ളത് മതിയെന്നുണ്ടെങ്കിൽ ഇത് അരച്ച് ചൂട് ആയി മാറിക്കഴിയുമ്പോൾ രണ്ടാമത്തേത് എടുത്ത് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ എന്നിട്ട് മറ്റന്നാളത്തേക്കുള്ളത് നാളെ വൈകിട്ട് എടുത്ത് വെളിയിൽ വെച്ചിരുന്നാൽ മറ്റന്നാൾ നമ്മൾ ആ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സൂപ്പറായിട്ട് നമ്മൾ ആ പുതിയ ഫ്രഷോടെ കിട്ടും നമുക്ക് കേട്ടോ. ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അരിയും തിളച്ചു. അരിയും നാളത്തേക്കുള്ള ഇഡലിക്കുള്ളത് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം കോരാൻ പോകും. വെള്ളം കോരട്ടെ, വെള്ളം കോരാൻ പാ. ഫോൺ കണ്ടി പോയി മൊത്തം പുളിയാണ്. അടുത്ത ട്രിപ്പ് വെള്ളം കോരാൻ പോകുകയാണ് അല്ല അമ്മ? അല്ല, ഞാൻ എന്തുവാ എല്ലാത്തിനും നോക്കി. ഞാൻ ചോദിക്കും, നീ ഒന്നും ഉണ്ടായിരിക്കും. നമുക്ക് മീൻകറി വെക്കണം. ഇപ്പം മീൻകറി വെക്കണം, പിന്നെ പരിക്കാവൻ തൂക്കാൻ കിടക്കുന്ന മിറ്റം തൂക്കണം, പിന്നെ വിളക്ക് കത്തിക്കണം, കുളിക്കണം, അത് കഴിഞ്ഞ് വിളക്ക് കത്തിക്കണം, എല്ലാം ജോലിയുണ്ട്. പള്ളിയിലൊന്ന് പോകണം. അപ്പോൾ നമുക്ക് ഇനി മീൻകറി വെക്കാമേ. ഇഞ്ചിയും വെളുത്തില്ല, നമുക്ക് അതൊക്കെ എടുത്ത് മീൻകറി അങ്ങ് വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നമ്മൾ അടുത്ത വെച്ച് കേട്ടോ, അടുത്ത വെച്ച് തിള വരുന്നു. അപ്പോൾ ഇനി പരിക്കാവോ ഒന്ന് തൂത്ത് വാരണം, മിറ്റവും തൂത്ത് വാരണം, കുളിക്കണം, വിളക്ക് കത്തിക്കണം, പള്ളിയിൽ പോകണം. എന്തിനാ ചൂരിൽ കൈ പിടിച്ചേക്കുന്നത്? ചൂരിൽ കൈ പിടിച്ചേക്കുന്നത് നിനക്കൊക്കെ രണ്ട് തരാൻ. അമ്മ താണ്ടി തൂക്കാനായി വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മിറ്റവും കൂടെ ഒന്ന് തൂത്ത് വാരിയിട്ട് കുളിക്കണം, കുളിച്ചിട്ട് പള്ളിയിലൊന്ന് പോകണം. അമ്മ അങ്ങ് തൂത്തൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അങ്ങ് പോവുകയാണ്. അല്ല, ഇവിടെയും തൂക്കാനുണ്ടല്ലേ. ഇപ്പം കൂട്ടുകാരെ നമ്മുടെ അടുക്കളയെല്ലാം കണ്ടില്ലേ, ഇപ്പം ഇത്രയും ക്ലീൻ ചെയ്തു. ഇനി ഞാൻ കുളിച്ചിട്ട് വരാമേ. കുളിച്ചിട്ട് വന്നിട്ട് പൈങ്കിളി വിളക്ക് കത്തിക്കും. എന്നിട്ട് നമുക്ക് പള്ളിയിൽ പോകുന്ന കൂടെ കാണാം. അങ്ങനെ ഞാൻ കുളിച്ച് കൂട്ടുകാരെ. അപ്പോൾ ഇനി നമുക്ക് വിളക്ക് കൂടെ കത്തിച്ചിട്ട് പള്ളിയിലൂടെ പോകാം. അങ്ങനെ പൈങ്കിളി വിളക്ക് കത്തിക്കാൻ പോവാണ്. പൈങ്കിളി വിളക്കൂടെ കത്തിച്ചിട്ട് നമുക്ക് പള്ളിയിൽ പോവാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ. അപ്പം നമ്മൾ പള്ളിയിലോട്ട് കയറി പോവാണ് സന്ധ്യതിരി കത്തിക്കാൻ. പിന്നെ നമ്മൾ എല്ലാവരും ചോദിക്കും നൈറ്റ് ഇട്ടുകൊണ്ട് എന്താ പോകുന്നതെന്ന്. പക്ഷേ നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് പള്ളി. നമുക്ക് ഇനി പള്ളി കാണാം. അതാണ് ഗൈസ് പള്ളി. ഇതാണ് ഞങ്ങളുടെ പള്ളി. ഇതാണ് ഞങ്ങളുടെ പള്ളി കണ്ടോ. ഇനി അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി, സിറിയാക് ഓർത്തഡോക്സ് വില്ലേജ്, പൈനാമൺ കോന്നി. അപ്പോൾ പള്ളി ഞങ്ങളുടെ ഇതാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ തിരിയൊക്കെ കത്തിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.